I'm here inside my house. This is my house. Okay, you can see the SNDP building. Okay, the time is 10:57. These criminals are continuously trying to to do impersonation and that I am not here, someone else is here, this and that actually. Okay, here I am. This is my house, my own house. Me and my mother here. This is Sahadeva Mandiram, Olagattiambalam PO Mavelikira, and the survey number is 7/28 of this particular property, and we are having 17 more cents which is touching this 9 cents of land, and this property lies in a T shape actually. Okay, my property lies in a T shape. And the other two properties survey number is 7/32 and 7/33, and this is my father's share, and this is in my name, but even my mother is having life this thing. After her this thing only I will get completely. അപ്പം ഇതാണ് സത്യാവസ്ഥ. അപ്പം ഇവിടെ ഇങ്ങനെ പല പല കഥകൾ ഉണ്ടാക്കുക, പല വേലകളാണ് ഇവന്മാർ. മനസ്സിലായില്ലേ? പ്രീതായസ് പണിക്കർ എന്ന് പറയുന്ന നമ്പർ 1 കള്ളിയും രാജമ്മ, എൻ്റെ അമ്മ വീട്ടുകാർ കുറേ കള്ളരുണ്ട്. ഇവന്മാരെല്ലാം കൂടെ പല പല കഥകൾ ഉണ്ടാക്കുന്നത്. ഇതാണ് SNDP. ഈ SNDP എന്ന് പറഞ്ഞാൽ ഇതുപോലെ ശല്യമില്ല. 41 ദിവസം കണ്ടിന്യൂസ് ആയിട്ട്. ഇതാണ് എൻ്റെ അയലുകളൊക്കെ. മനസ്സിലായില്ലേ? എല്ലാം നിങ്ങൾക്ക് എപ്പോഴും കാണുന്നതാണ്. ഇങ്ങനൊരു ഇപ്പോൾ ഇവിടം ഇത് ഓലകെട്ടിയമ്പലമാണ്. ഇങ്ങനെ ഒരിടം എങ്ങും കണ്ടു കാണത്തില്ല. ഇങ്ങനെ മനസ്സിലായില്ലേ? ഇങ്ങനെ ഇതായിട്ടുള്ള ഇടം. ഇത് അണ്ടർ കൺസ്ട്രക്ഷൻ ഇരിക്കുന്നത് വീരേന്ദ്രൻ സിംഗിൻ്റെ വീടാണ്, മനോജ് എന്ന് പറയുന്നവൻ്റെ. ഇതാണ് എൻ്റെ വീട്. നിങ്ങൾക്കെല്ലാം അറിയാം. എപ്പോഴും പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇങ്ങനെ പല പല കള്ളത്തരങ്ങൾ നമ്മളെ വീർപ്പിക്കുക. ഭയങ്കര ശല്യമാണ് ഇവന്മാരെ കൊണ്ട്. നമുക്കൊരു വണ്ണവും ഇല്ല. ഇങ്ങനെ വീർപ്പിക്കുക, നമ്മുടെ മുഖത്തിൻ്റെ ഷേപ്പ് മാറ്റുക. ഞാൻ പറയാം നിങ്ങളോട്, ഇവർ അടിക്കുന്ന പോയിസൺ നിങ്ങൾ അടിച്ചു നോക്കുക. DDT അങ്ങനെയുള്ളത് നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ സ്കിൻ ബേൺ ആവും. പല കാര്യങ്ങളുണ്ട് ഇവന്മാർ. നമ്മുടെ വെള്ളത്തിനകത്ത് കലക്കുക, പിന്നെ നിമിഷ നേരം കൊണ്ട്. എൻ്റെ അമ്മ തന്നെ എന്തൊരു ഡിഫറൻസ് ആണെന്നാണ് എൻ്റെ അമ്മ തന്നെ പറയുന്നത്. എന്നിട്ട് ഇന്ന് മുതലങ്ങ് തുടങ്ങിയിരിക്കുക നമ്മുടെ മുഖത്തോട്ട് പന്നലെല്ലാം അടിക്കാനായിട്ട്. ഈ SNDP ബിൽഡിങ്ങിനകത്ത് കുറേ അവന്മാർ ഫോണുമായിട്ട് വന്നിരിക്കും. അവൻ്റെ ജോലി, അവന് വേറൊരു ജോലിയില്ല. ഒരു ക്രിമിനൽ അങ്ങനെ കുറേ എണ്ണം ഫോണുമായിട്ട് വരിക, ഇതിനകത്ത് കയറി ഇരിക്കുക, നമ്മുടെ മണ്ടയ്ക്കോട്ട് ഇത് അടിക്കുക. ഒരു സാമി എന്ന് പറയുന്നവൻ 41 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഈ മൈക്കിൻ്റെ ശല്യമായിരുന്നു. ഇന്നലെ മുതൽ പിന്നെയും തുടങ്ങിയിരിക്കുക. നിങ്ങൾ ഈ കേരളത്തിലെ ഏതെങ്കിലും ഒരു അമ്പലങ്ങളിൽ ഇപ്പം ചെന്ന് നോക്കിയാൽ ഒരു അമ്പലങ്ങളിലും ഒരു മൈക്ക് കാണത്തില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ ഭയങ്കര ശല്യമായിട്ട് മാറിയിരിക്കുക. ഇത് പലരെയും കോടതിയിലും കൊണ്ട് കൊടുക്കണം. ഇതിനെതിരെ കേസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ ശല്യമാണ്. ഇത് ഇങ്ങനൊരു ഇടവും എങ്ങുമില്ല. നമ്മുടെ ചെറുവള്ളി അമ്പലത്തിലൊക്കെ ചെന്നാൽ ഇപ്പം പൂട്ടി അവിടെ ഒരു മനുഷ്യർ കാണത്തില്ല. ഏതൊരു അമ്പലത്തിൽ ചെന്നാലും അവർ പൂട്ടി 10-11 ആകുമ്പോഴേ അവരവരുടെ വീട്ടിൽ പോകും. പിന്നെ ഇനി സന്ധ്യ ആകുമ്പോഴേ വരത്തുള്ളൂ. അവർ 3-4 മണിയൊക്കെ കഴിയുമ്പോഴേ 4-5 മണിയാകുമ്പോഴേ അവർ വരത്തുള്ളൂ. ഇവൻ ഇതിനകത്ത് കയറി ഇരുന്ന് കഥയുണ്ടാക്കാം. ഇവൻ്റെ ജോലി വേറൊരു പണിയില്ല. ഇതാണ് എൻ്റെ വീട്. നിങ്ങൾക്കെല്ലാം അറിയാം. എപ്പോഴും കാണിക്കുന്നത് എൻ്റെ അമ്മയും ഞാനും ഇവിടെ ഉള്ളൂ. പല പന്ന കഥകളുണ്ടാക്കുക, പല രോഗങ്ങൾ. എന്താ അമ്മ എന്തോ എടുക്കുക? ഞാനും എൻ്റെ അമ്മയല്ലാതെ ഇവിടെ ഒരൊറ്റ മനുഷ്യരില്ല. ഇങ്ങനെ നടക്കുക കുറേ കള്ള ജാതികൾ നമുക്കെതിരെ കുറേ. പിന്നെ ഇങ്ങനെ ഇന്നലെ പറയാണ് കളക്ടറുടെ ഓർഡർ വാങ്ങിക്കുമെന്ന് ഊളംപാറയ്ക്ക് വിടാൻ. ഇവനിങ്ങ് വരട്ടെ. കളക്ടർ പിന്നെ ജയിലിൽ കിടക്കും. കളക്ടറെ ജയിലിൽ കിടക്കും. കളക്ടറിനുള്ള പവറൊക്കെ എടുത്താൽ മതി. മറ്റുള്ളവരുടെ വീട്ടിൽ കയറിയൊന്നും പവർ എടുക്കാനുള്ള ഇതൊന്നുമില്ല. അയാൾ ഇവിടെ വരണം. കളക്ടർ ഇനി വരാൻ പറയാം, ഞങ്ങളിത് കാണിക്കാം. ഈ യൂട്യൂബ് അങ്ങ് കൊടുക്കാം. യൂട്യൂബ് അയാളങ്ങ് അസസ് ചെയ്യട്ടെ എന്തൊക്കെ ഇവിടെ നടക്കുന്നതെന്നുള്ളത്. ഇതിനകത്തെല്ലാം സകല സംഗതികളും ഉണ്ട്. കളക്ടർ ഞങ്ങളും പോകുന്നുണ്ട് കളക്ടറിൻ്റെ അടുക്കൽ. ഇതെല്ലാം കാണിക്കാം. കളക്ടറിനെയും മജിസ്ട്രേറ്റിനെയൊക്കെ കാണിക്കാണ്ടിരിക്കുക. പേഴ്സണലി പോയി ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്തോ അമ്മേ? അമ്മ കണ്ടില്ലയോ എന്നെ കറപ്പിച്ച ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ മാറുന്നത് കളറ്? അമ്മ കണ്ടതല്ലയോ അമ്മേ? എന്താ ലിവർ ഡിസീസ്, മറ്റേ ഡിസീസ്, നമ്മുടെ മൊണ്ടയ്ക്കോട്ടുള്ള പുകയെല്ലാം കൂടെ അടിക്കുക. എവിടെ പോട്ടെ നമ്മുടെ മൂക്കിനകത്തോട്ട് ഇത് ഇങ്ങനെ പല വേലകളാണ്. ഇങ്ങനെ ശല്യമായിട്ട് മാറിയിരിക്കുക ഇവരുടെ കാര്യം.